എൻ്റെ വീട് ചുണ്ടക്കുഴി പള്ളിയുടെ അടുത്താണ്. ടെലിഫോൺ എക്സ്ചേഞ്ച് ആണ് എൻ്റെ ലാൻഡ്മാർക്ക്. ഞാനിവിടെ 83-ൽ ഈ വീട് പണിതാണ്. എന്നാൽ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഡ്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുറികളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് സീലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ യൂട്യൂബിൽ കണ്ടു ഇത്തരം ടൈൽസ് നല്ലതാണ്. JLU. ഞാൻ ഈ ടൈൽസ് ഇടാൻ കാരണം ഇതിന് ലൈഫ് ടൈം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ ചൂട് കുറവായിട്ടുള്ളതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് 1200 സ്ക്വയർ ഫീറ്റോളം വരുന്ന സ്പേസ് ആണ് ഞാൻ സീലിംഗ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള മരം കൊണ്ടുള്ള പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി ലൈഫ് ടൈം വാറണ്ടി ഉണ്ടല്ലോ, അതിനൊക്കെ കേടുവരുമെന്ന് പേടിക്കാനുണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ ഇതിന് താല്പര്യം കാണിച്ചത്. ഹലോ, ഞാൻ പൗലോസ് കരിപ്പക്കാടൻ. എൻ്റെ വീട് ചുണ്ടക്കുഴി പള്ളിയുടെ അടുത്താണ്. ടെലിഫോൺ എക്സ്ചേഞ്ച് ആണ് എൻ്റെ ലാൻഡ്മാർക്ക്. ചുണ്ടക്കുഴി ടെലിഫോൺ എക്സ്ചേഞ്ച്. ഞാനിവിടെ 83-ൽ ഈ വീട് പണിതാണ്. എന്നാൽ അതിന്റെ മുകളിലേക്ക് കുറച്ച് ഡ്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മുറികളും കൂടി എടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം വന്നിട്ട് മുറികളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് സീലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ യൂട്യൂബിൽ കണ്ടു ഇത്തരം ടൈൽസ് നല്ലതാണ്. JLU എന്ന് ബ്രാൻഡായിട്ടുള്ള ഒരു ലൈഫ് ടൈം വാറണ്ടി ഒക്കെ ഉണ്ട്. ഈ ടൈൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കളർ കണ്ടപ്പോഴും പല മോഡൽ കാണിച്ചെങ്കിൽ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ചൂടൊന്നും വരുന്നില്ല, തരക്കേടില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഈ ടൈൽസിനോട് താല്പര്യം തോന്നാൻ കാരണം ഞാൻ ഈ ടൈൽസ് ഇടാൻ കാരണം ഇതിന് ലൈഫ് ടൈം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ ചൂട് കുറവായിട്ടുള്ളതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് 1200 സ്ക്വയർ ഫീറ്റോളം വരുന്ന സ്പേസ് ആണ് ഞാൻ സീലിംഗ് ചെയ്തിരിക്കുന്നത്. എന്നോട് ആരെങ്കിലും ടൈൽസിനെ കുറിച്ച് സീലിംഗ് ഇടുന്നതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തരക്കേടില്ലാന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പലരോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ബന്ധുക്കളോടും ഒക്കെ ഞാനിത് ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ലതാണ്. മറ്റുള്ള മരം കൊണ്ടുള്ള പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടി ലൈഫ് ടൈം വാറണ്ടി ഉണ്ടല്ലോ, അതിനൊക്കെ കേടുവരുമെന്ന് പേടിക്കാനുണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ ഇതിന് താല്പര്യം കാണിച്ചത്.